ശശി തരൂരിനെതിരെ വിമർശനം കടുപ്പിച്ചു കോൺഗ്രസ് നേതാക്കൾ. പറയാനുള്ളത് പാർട്ടിയിൽ പറയണമെന്ന് കെ സി വേണുഗോപാൽ. 4 വർഷത്തിനപ്പുറത്തേക്ക് തയ്പ്പിച്ച കോട്ട് മാറ്റിവെച്ചേക്കെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാകാനുള്ള ആഗ്രഹം പറഞ്ഞു നടക്കാനുള്ളതല്ലെന്ന് എം ഹസൻ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ശശി തരൂർ. പാർട്ടിയും ജനങ്ങളുമാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടതെന്നും തരൂർ. 2ാം ഘട്ടം കോഴിക്കോട്ട് സന്ദർശനം തുടരുന്നു. മതനേതാക്കളുമായി കൂടിക്കാഴ്ച. തരൂർ വിശ്വപൗരനെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. നിക്ഷേപ തട്ടിപ്പ് കേസ് പ്രതി പ്രവീൺ റാണ റിമാൻഡിൽ. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തത് ഈ മാസം 27 വരെ. പ്രവീൺ 100 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പ്രോസിക്യൂഷൻ. മാനന്തവാടിയിൽ കർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതം. 30 പേർ 4 സംഘങ്ങളായി ചേർന്ന് തെരച്ചിൽ. മരിച്ച തോമസിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. തൊണ്ടർനാട് പഞ്ചായത്ത് UDF ഹർത്താൽ പുരോഗമിക്കുന്നു. വികസന രേഖ പരിഗണിക്കാൻ സമ്പൂർണ്ണ ഇടതുമുന്നണി യോഗം ഉച്ചയ്ക്ക് ശേഷം. ബഫർ സോണിലെ ആശങ്കകളും വികസന മാർഗരേഖയിലെ ചർച്ചയും പ്രധാന അജണ്ട. ആലപ്പുഴയിലെ സംഘടനാ പ്രശ്നങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തേക്കും. ജോഷിമഠിൽ സ്ഥിതി അതീവ ഗുരുതരം. 12 ദിവസത്തിനിടെ ഭൂമി ഇടിഞ്ഞു താഴ്ന്നത് 5.4 സെന്റിമീറ്റർ. നഗരത്തിന്റെ ഉപഗ്രഹ ചിത്രം പുറത്തുവിട്ട ISRO. പ്രദേശത്ത് അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്ന നടപടി തുടരുന്നു.